ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധിതന്ത്രത്തിലെ മലയാളം മാന്ത്രികൽപ്പത്തിൽ 632 പേജിൽ മലയാള യന്ത്രാചാരം, അതിനകത്ത് ശംഖുപൂർണം വരെയാണെന്നില്ല പറഞ്ഞത്. ശംഖുപൂർണം: അഗ്നിമണ്ഡലായ നമ, സൂര്യമണ്ഡലായ നമ, സോമമണ്ഡലായ നമ. ജലഗന്ധ പുഷ്പാക്ഷതങ്ങളെ സമർപ്പിച്ച് ഇടത്ത് കൈയിൽ പിടിച്ച് ഗംഗാച യമുന ചൈവ ഇത്യാദി മന്ത്രങ്ങൾ 3 തവണ ജപിച്ച് ധൂമ്രാർച്ചി രുഷ്മാജ്വലിനി ജ്വാലിനി വിസ്ഫുലിംഗിനി സ്വശ്രീസ്വരൂപ കപില അവ്യാകവ്യാവഹാഗ്നയേ നമ. തപിനി താപിനി ധൂമ്ര മരീചീർ ജ്വാലിനി രുചി സുഷുമ്ന ഭോഗത വിഷബോധിനി ധാരിണി ക്ഷമ സൂര്യായ നമ. അമൃത മാനദ പുരുഷ തുഷ്ടി പുഷ്ടി മതിർധൃതി ശശിനി ചന്ദ്രിക കാന്തിർ ജ്യോത്സ്ന ശ്രീ പ്രീതിരംഗത പരിപൂർണാമൃത കാമദായിനി സോമായ നമ. ശംഖമുദ്രാം പ്രദർശയാമി നമ. ശംഖിലെ വെള്ളം കിണ്ടിയിൽ പാർന്ന് ഇത് ശംഖുപൂർണം. തുളസിപൂർണം: തുളസി തൊട്ട് ജപിക്കുക. ഓം തുളസി ആസ്തലേ ആദിമൂലേ സുമേഷു ശാഖാതത്ത നിരഞ്ജനം സാളഗ്രാമം. ഇത്തരം തുളസി ബീജമന്ത്രം. സമ്പൂർണം സമർപ്പയാമി. ഇത് തുളസീപൂരണം. ഗന്ധപൂർണം: ഓം ഗന്ധഗന്ധായ സർവഗന്ധായ ശീതളഗന്ധായ അതിശീതളായ നമ. ഇത് ചന്ദനം തൊട്ട് ജപിക്കുക. ഇത് ഗന്ധപൂർണം. അക്ഷതപൂർണം: അക്ഷതം തൊട്ട് ജപിക്കുക. വ്രീഹി സമാവൃത ദേവ്യ രൂപം ലക്ഷ്മി സമാവൃത മഹാവിഷ്ണു ഭഗവാൻ പ്രസീത മമ ചേതസി. ഇത് അക്ഷതാപൂർണം. പീഡാവാഹനം. ഇതൊക്കെ ചെയ്ത് പിന്നെ പീഡ ആവാഹിക്കുക. ഓം ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയെ നമ. ആധാരശക്തിയെ നമ. ധർമ്മായ നമ. വൈരാഗ്യായ നമ. ഐശ്വര്യായ നമ. അധർമ്മായ നമ. അജ്ഞാനായ നമ. അവൈരാഗ്യായ നമ. അനൈശ്വര്യായ നമ. ഓം 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 ദ്രാം പത്മാസനായ നമ. ആസനമുദ്രാം പ്രദർശനാമി നമ. ആവാഹനം: അശ്വശ്രീ ശക്തി പഞ്ചാക്ഷരി മഹാമന്ത്രസ്യ വാമദേവർഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഹ്രാം ബീജം ഹ്രീം ശക്തി ഹൂം കീലകം മമ സർവപാപക്ഷയാർത്ഥേ ഇഷ്ടകാമ്യാർത്ഥസിദ്ധ്യർത്ഥേ മോക്ഷസിദ്ധ്യർത്ഥേ ച വിനിയോഗ. ഹ്രാം ഹ്രീം ഹ്രൂം ഹ്രൈം ഹ്രൗം ഹ്ര എന്നിവ കൊണ്ട് ഷഡംഗന്യാസം. നമോസ്തു സ്ഥാണുഭൂതായ ജ്യോതിർലിംഗാവൃതാത്മനെ ചതുർമൂർത്തി വപുശാഖാഭസിതാംഗയ ശംഭവി. ആവാഹന മുദ്ര കാട്ടുക. അതിന് മാത്രം ആവിഹിതാഭവ ആസീനാഭവ അനിരുദ്ധാനമ സുഖാധീനാഭവ സുപ്രസന്നാഭവ സ്വാഗതമസ്തു പ്രസീത. ആവാഹന മുദ്രം പ്രദർശയാമി നമ. ആവാഹിതോ ഭവ സ്ഥിരോ ഭവ സുപ്രസന്നോ ഭവ സ്വാഗതമസ്തു. ഹ്രീം നമ ശിവായ സർവാക്ഷരേഭ്യോ നമ. ഓം സർവാംഗേഭ്യോ നമ. ഓം സർവാഭരണേഭ്യോ നമ. ഹും സർവായുധേഭ്യോ നമ. ഫൾ സർവവാഹനേഭ്യോ നമ. ഓം സർവപരിവാരേഭ്യോ നമ. ഗും ഗുരുഭ്യോ നമ. സർവേഭ്യ പിതൃഭ്യോ നമ. ഹ്രീം നമ ശിവായ സർവം ഭജനമൂർത്തിം ആവാഹയാമി. ശ്രീ പഞ്ചാക്ഷരത്തിൻ്റെ ഷഡംഗം ചെയ്യുക. ആസനമിതം സ്വാഗതമസ്തു എന്നൊരു വെള്ളം വീഴ്ത്തുക. ശ്രീം പശുഫൽ. വ്യാപകം പ്രാണപ്രതിഷ്ഠ. താളത്രയാദി ദിഗ്ബന്ധ മഗ്നിപ്രകാരം മൂലം കൊണ്ട് എന്ന് വ്യാപകം. പിന്നെ ലിപിന്യാസം ചെയ്യുക. മൂലം കൊണ്ടൊരു പൂവാരാധിച്ച് ശൈവമുദ്രം പ്രദർശയാമി നമ എന്ന് മുദ്രയെ ന്യസിച്ച് മൂലം കൊണ്ടൊരു വ്യാപകം ചെയ്ത് ശൈവസ്യ വാവാഹനം കൃത പ്രാണസ്ഥാപന മാത്രയിൽ ഓം നമശിവായ എന്ന് ഒരു പൂവാരാധിച്ച് ഋഷിചന്ദസ് ദേവതയും ധ്യാനവും കൂട്ടി പ്രാണപ്രതിഷ്ഠ ചെയ്യുക. പാദ്യമിതം അർഘ്യമിതം ആചമനീയമിതം മധുവർക്കമിതം പുനരാചമനീയമിതം സ്നാനമിതം വസ്ത്രമിതം അംഗവസ്ത്രമിതം യജ്ഞോപവീതമിതം ഭൂഷണമിതം പാദ്യമിതം അർഘമിതം ജലാന്തം പൂജിക്കാം. മെഴുകി ജലഗന്ധ പുഷ്പാക്ഷതങ്ങളെ ഇട്ട് നിവേദ്യം വെച്ച് ജലാന്തം പൂജിച്ച് താളത്രയ ദിഗ്ബന്ധനം ചെയ്ത് രക്ഷിച്ചുള്ള വാഗമരത്തിലും വാമകരത്തിലും ദക്ഷിണകരത്തിലും എഴുതി തൊട്ട് വം റം ഈ മന്ത്രം തൊട്ട് നിവേദ്യം തൊട്ട് റം തത്വസ്വാഹ വിഷാംശം കളഞ്ഞ അമൃതബീജം 11 ജപിച്ച് പ്ലാഗി തൊടുക. പ്രാണാഹുതി: സത്യം സത്യേന പരീഷിഞ്ചാമി പ്ലാഗി ഭൃഭോസ്രം തൊട്ട് അമൃതാപസ്തരണമസി എന്ന് വെള്ളം വീഴ്ത്തുക. രസനായ നമ എന്ന് പുഷ്പം ആരാധിച്ച് പ്രാണാഹൂതി. സ്വാഹ അപാനായ സ്വാഹ വ്യാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ ബ്രഹ്മണേ നമ. അമൃതപാനീയമിതം എന്നൊരു വെള്ളം വീഴ്ത്തി ഷഡ്രസാനി അഹം കൽപ്പയാമി. നിവേദ്യം ഷഡ്രസാനി ആദായ പ്രസാദായമേ എന്നൊരു പുഷ്പത്തെ ആരാധിച്ച് പഞ്ചമുദ്ര കാട്ടി അമൃതാഭിധാനമസി എന്നൊരു വെള്ളം വീഴ്ത്തുക. ചണ്ഡേശ്വരായ നമ. നിർമാല്യധാരി ഗണ്ഡൂഷമിതം ദന്തശോധനമിതം ജിഹാശോധനമിതം അശ്വീശോധനമിതം പ്രസിദ്ധാർഘ്യമിതം ജലാന്തം പൂജിച്ചു. ആവോളം പുഷ്പാഞ്ജലി ചെയ്യൂ. മൃത്തികപൂരണം.
തുളസിയുടെ ചുവട്ടിൽ മണ്ണോടുകൂടി തർപ്പണം ചെയ്ത് മൃത്തിക തൊട്ട് ജപിക്കുക. ഓം അശ്വക്രാന്തി, ഓം രഥക്രാന്തി, ഓം വിഷ്ണുക്രാന്തി വസുന്ധരി മൃത്തികാഹരതേ പാപം സർവപാപം വിനശ്യതി. ഇത് തൊട്ട് ജപിക്കുക. ഇത് മൃത്തികാപൂർണം. മൃത്തിക കൂട്ടി പാഴ്ന്നവണ തർപ്പിക്കണം. അതിന് മന്ത്രം ഗജാനൻ മഹാദേവം കാർത്തികേയം മഹേശ്വരം ഉമാമദേവിയും കലാതിച്ചൂടാം സ്ഥാണുമഹം തർപ്പയാമി. ഒരു പൂവെടുത്ത് ആരാധിച്ച് ക്ലീം പശുഫൾ താളത്രയ ദിഗ്ബന്ധനം അഗ്നിപ്രദാനം ചെയ്ത് രക്ഷിക്കുക. ഇനിയും ഉദ്ദസനം മുതൽ നാളെ പറയാം.